എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അയൽവാസികൾ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമ്മളെ മോശക്കാരാക്കാൻ വേണ്ടി എന്തെല്ലാം തരം പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അയൽവാസികൾ തന്നെ ഞാൻ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്നവരല്ല, നമ്മുടെ അയൽ സംസ്ഥാനത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇവിടെ ഡീസലിന് 94 രൂപ വിലയുള്ളപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ശരിക്കൊരു ഒരു അധികം ദൂരം, ഒരു 1.5-2 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് ഈ മയ്യഴി, ഇല്ലെ മാഹി എന്ന് പറയുന്ന പോണ്ടിച്ചേരിയുടെ കീഴിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ 82 രൂപ ഇതുണ്ടോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പേപ്പർ അടിച്ചതാണ്. ഇത് 82 രൂപ ചില്ലറ അവിടെ ഡീസലിന് വിലയുള്ളൂ. അപ്പം നമ്മൾ ഈ ഡീസൽ ഇങ്ങനെ അത് നികുതിയുടെ കാര്യം കൊണ്ട്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ. നികുതിയുടെ കാര്യമായാലും ഇല്ലെങ്കിൽ 2 രൂപ സെസ്സായിട്ട് ഏർപ്പെടുത്തി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ അത് എത്ര പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, അത് മറ്റ് പല ഭാഗങ്ങളിലേക്ക് പൈസ ചിലവായി പോകുന്നതൊക്കെ വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ 82 രൂപ കൊടുത്ത് നമ്മളെ ശരിക്കും മോശക്കാരാക്കാൻ വേണ്ടി, അതുപോലെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലായാലും 4-5 രൂപ കുറവുണ്ട്, കർണാടകത്തിൽ അതിൻ്റെതായ കുറേ കുറവുകളുണ്ട്. അപ്പം നമ്മളേത് മോശക്കാരാക്കാൻ വേണ്ടി, അതുപോലെ ഇപ്പോൾ ഈ മാഹിയിലെ തന്നെ നമ്മുടെ ഇവിടെ ആളുകൾ മദ്യപിക്കാതിരിക്കാൻ വേണ്ടി, മദ്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഇരട്ടി വില വാങ്ങിച്ച് മദ്യം വിൽക്കുക. ആ സമയത്ത് നമ്മുടെ ഇവിടെ 500 രൂപ വിലയുള്ള സാധനം ഈ മാഹി എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ഥലത്തിന് വേറെ ഒരു കാര്യം ധരിക്കരുത്, നമ്മളെ മോശക്കാരാക്കാൻ വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളടത്ത് പകുതി വിലയ്ക്ക് 500 രൂപ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ 250 രൂപ. അപ്പം നമ്മളിവിടെ എങ്ങനെയെങ്കിലും ആൾക്കാരെ മദ്യപിപ്പിക്കാതിരിക്കാൻ, ഇല്ലെങ്കിൽ മദ്യം മോശമാണ്, നാശമാണെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വില കൂട്ടി മേടിക്കുന്നത്. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് ബാറുകളിൽ കള്ള് വിതരണം ചെയ്യാൻ പോവുകയാണ്, അതുപോലെ റെസ്റ്റോറൻറ്റുകളിൽ ബിയർ വിതരണം ചെയ്യാം, അങ്ങനെ കുറേ നയങ്ങളൊക്കെ വരാൻ പോകുമെന്ന് കേട്ടു. അതൊക്കെ സാധാരണക്കാരൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ഇപ്പോൾ ഈ ആശുപത്രി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം തേനി എന്ന് പറയുന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലാണ്, തേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ വേറെ ആവശ്യത്തിന് ചെന്നതിന് അവിടെ എല്ലാം ഫ്രീയാണ്. സ്കാനിങ് ഉൾപ്പെടെ, ഇല്ലേ ഓപ്പറേഷൻ ഉൾപ്പെടെ, അവിടെ ചീട്ട് പോലും ഇല്ല. ആൾക്കാർ ചെന്നാൽ മതി, ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ കണ്ട് ഓപ്പറേഷനാണ്, പിറ്റേ ദിവസം അഡ്മിറ്റ്. ഒരു തരത്തിലുള്ള ഫീസും അവിടെ ഇല്ല. അവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു സർക്കാർ ആശുപത്രി ചെന്നാൽ, മെഡിക്കൽ കോളേജ് ചെന്നാൽ, ഈ അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ വരുന്നില്ലെന്ന് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയത്തില്ലേ, നമുക്ക് പൈസ ഇല്ല. നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ ഇപ്പോൾ സർക്കാരിൻ്റെ ഇല്ല എന്ന് പറയുന്നു, അവർ പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഇല്ല എന്ന് പറയുന്നു. 2 രൂപ വെച്ച് ഡീസലിന് സെസ് മേടിച്ചിട്ട് നമുക്ക് ഈ വയോധികർക്കായിട്ടുള്ള 1600 പെൻഷൻ ഇല്ലയെന്ന് പറയുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെ നാണം കെടുത്താൻ വേണ്ടി തമിഴ്നാടും കർണാടകയും ഇങ്ങനെയുള്ള ആളുകൾ, സംസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് മാസം കൊടുക്കുന്നു, അതുപോലെ ബസ് യാത്ര സൗജന്യമായിട്ട് കൊടുക്കുന്നു. അതൊക്കെ മോശമല്ലേ? നമ്മളെ ഇങ്ങനെ മോശക്കാരാക്കാൻ കൊള്ളാവോ? അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? അതുപോലെ എനിക്ക് വേറൊരു കാര്യം ശ്രദ്ധയപ്പെട്ടത്, നമ്മുടെ ഇപ്പം നാട്ടിൽ പല സ്ഥലത്തും ഈ ബീഫ് എന്ന് പറയുന്ന സാധനം, ബീഫ് നിരോധിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അതിനെതിരായിട്ടൊക്കെ പല കാര്യങ്ങൾ നടക്കും. നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളുടെ ഭാഗമാണ് ബീഫ്. ഈ ബീഫിന് 400 രൂപയും 450, 420 പല സ്ഥലങ്ങളിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 400 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഇത് ഈ ഇറച്ചിക്കടക്കാരൻ, ഇല്ലെങ്കിൽ കശാപ്പുകാരൻ, അവൻ നമ്മളോട് കൂടുതൽ വാങ്ങിക്കുന്നതാണ്. ഒരു പരിധിവരെ ശരിയായിരിക്കും, അവൻ ലാഭത്തിന് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ 300 രൂപയ്ക്ക് ബീഫ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ 300 രൂപയ്ക്ക് ബീഫ് വിൽക്കുന്ന ഈ കടക്കാരനോട് ഞാൻ ചോദിച്ചു, ഇതെന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ, വേറെ എങ്കിലും രാജ്യത്ത് നിന്ന് വല്ലതും കൊണ്ടുവരുന്നതാണോ? അപ്പോൾ അല്ല, ഞാനിവിടെ സാധാരണ പോലെ മൃഗത്തിനെ വാങ്ങിക്കുന്നു, മൃഗങ്ങളുടെ വില നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നുണ്ടോ, മറ്റവർക്ക് കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ കടയ്ക്ക് 9000 രൂപയാണ് മാസമല്ല വർഷം ലേലത്തിൽ പിടിച്ചിരിക്കുന്നത്. ആ പഞ്ചായത്തിൽ നിന്ന് 9000 രൂപയ്ക്കാണ് ലേലത്തിൽ പിടിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത പഞ്ചായത്തിലെ ഒരു കടക്കാരൻ 23 ലക്ഷം രൂപയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. ഈ 23 ലക്ഷം രൂപ പിടിച്ചിരിക്കുന്നത് ഈ പഞ്ചായത്തിലേക്ക് അടയ്ക്കുന്ന ഈ പൈസ ആര് കൊടുക്കണം? നമ്മൾ ഈ സാധാരണക്കാരൻ കൊടുക്കണം. അപ്പോൾ പരോക്ഷമായിട്ട് നമ്മൾ ഇറച്ചിക്കടക്കാരനെ കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ നമ്മൾ നേരത്തെ അബ്കാരി കാലങ്ങളിലൊക്കെ ഒരു റേഞ്ച് എടുത്ത് ചാരായമായാലും കള്ളായാലും ഒരു റേഞ്ച് അടച്ച് പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ ഓരോ ഷാപ്പുകൾ പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഓരോ ചാരായക്കടകൾ പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ നമ്മൾ ഈ റേഷൻ കട, ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് പേര് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കേരളത്തിൽ എവിടെയായാലും അതാ ഒരു സ്ഥലത്ത് തന്നെ ആ റേഷൻ കാർഡിൽ ഒരു മാസത്തെ സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഈ ഒരു മത്സരം ഒഴിവാക്കാൻ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ 23 ലക്ഷം 25 ലക്ഷം എന്നുള്ളത് മാറ്റിയിട്ട് ഒരാൾക്ക് ഒരു കട ഇല്ലെങ്കിൽ 2 കട, അതിനൊരു ഒരു തുക സീൽ ചെയ്യുക. ഇതിപ്പോൾ മത്സരിച്ച ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ച് 5000 രൂപ 6000 രൂപ കിടന്നിരുന്ന കടകൾ 25 ലക്ഷവും 30 ലക്ഷവും ഇല്ല അതിന് മുകളിൽ ആക്കി ആ ഒരു റേഞ്ച് മൊത്തം പിടിച്ചിട്ട് ഒരാൾ തന്നെ ഒരു 10-50 കട അടങ്ങുന്ന ഒരു പഞ്ചായത്തിലെ ഒരു ഏരിയ മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ
ഇവിടെ ഇന്ന വില എന്നവൻ പറഞ്ഞാൽ അവന് കൊടുക്കുന്ന പൈസ അവൻ മുതലാക്കാൻ അവൻ ശ്രമിക്കും. അത് സ്വാഭാവികമല്ല. നമ്മൾ കൊടുക്കുന്ന പൈസ തിരിച്ച് കിട്ടണമല്ലോ, ആ കൂടുതൽ എന്തെങ്കിലും ലാഭം കിട്ടണം. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം പറയുന്നത്, അതിന് പകരം ഒരാൾക്ക് ഒരു കട, അയാൾക്ക് വേറെ ഒരു ലേലത്തിൽ വിളിക്കാൻ പാടില്ല, അതുപോലെ ഒരു ഇത്ര രൂപ അതിന് മുകളിലേക്കുള്ള ലേലം വിളികൾ സമ്മതിക്കാതിരിക്കുക എന്നൊക്കെ വിചാരിച്ചാൽ കുറേയൊക്കെ ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്നാണ്. ഇത് യാതൊരു നിയന്ത്രണമില്ലാതെ പഞ്ചായത്തുകൾ ഇങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കില്ല, മുനിസിപ്പാലിറ്റികൾ ഇല്ലെങ്കിൽ കോർപ്പറേഷനുകൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഇവരുടെയൊക്കെ നിയന്ത്രണത്തിൽ വന്നാൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും എന്നായിരിക്കും. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന ഈ അന്യ സംസ്ഥാനക്കാരെ ഇല്ലെങ്കിൽ മറ്റ് അയൽവാസികളെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു, നീ അവനെ കണ്ടുപിടിക്കുക, നീ അവളെ കണ്ടുപിടിക്കുന്ന കാരണന്മാർ പറയുന്ന ഒരു സംവിധാനമുണ്ട്. എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ താരതമ്യം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ അത് നിർത്തി ഒരുപാട് കൗൺസിലർമാരും ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരിക്കലും കുട്ടികളെ വളർത്തരുത്, അവരെ സ്വതന്ത്രമായിട്ട് അവരുടേതായ രീതി വളർത്തണം എന്നൊക്കെ രീതിയിൽ. അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഈ നാട്ടുകാരെന്നുള്ള ഇതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരിക്കുന്ന സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ പഞ്ചായത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കോർപ്പറേഷൻ ഉൾപ്പെടെ നമ്മൾ സംസ്ഥാനം ഉൾപ്പെടെ ഭരിക്കുന്ന ആരായാലും അവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നുകൊണ്ട് മറ്റുള്ള സർക്കാരുകളെ ഇല്ലെങ്കിൽ തമിഴ്നാടോ കർണാടകയോ മധ്യപ്രദേശോ ഇല്ലെങ്കിൽ സെൻട്രലോ ഇവരുമായിട്ടൊന്നും താരതമ്യം ചെയ്യാതെ നമുക്ക് ഇത്രയേ ഉള്ളൂ, നമുക്കിതേ സാധിക്കുകയുള്ളൂ, നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും നമ്മൾ ഈ സർക്കാർ പെൻഷനായവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പൈസയെ നമ്മുടെ ഇവിടെ ഉള്ളൂ, അതുപോലെ തികയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വായ്പ മേടിക്കാൻ നടക്കുകയാണെങ്കിൽ വായ്പ മേടിച്ചിട്ട് പോയിട്ട് കിട്ടാത്ത സംവിധാനങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാക്സിമം പണിയെടുക്കുക. അതുപോലെ ഈ രാജ്യത്ത് നിന്ന് ഇവിടെ പണിയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അന്യ നാടുകളിലേക്ക് ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നൊരു സംവിധാനം. അപ്പോൾ അതിനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മറ്റുള്ളവർ താരതമ്യം ചെയ്യാതെ നമ്മൾ ഇങ്ങനെയാണെന്നുള്ളത് സഹിച്ച് മാക്സിമം മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്ത് കൃഷിക്കാരൊക്കെ ആയാലും എന്ത് വിളനാശം വന്നാലും എന്ത് കർഷക ദ്രോഹ നടപടികളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.